കൊച്ചുകുട്ടി കരയുന്നത് പോലെ മുത്തുനബി കരഞ്ഞടോ. എന്തിനാ? തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോ, തന്റെ പ്രിയപ്പെട്ടവളെ പ്രായം ചെന്നവളെന്ന് വിളിച്ചപ്പോ അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, നീയൊന്നും എന്റെ ഖദീജയെ പോലെ ആകില്ല ആയിഷ. ഇതിനാടോ പ്രേമമെന്ന് പറയുന്നത്? ഇതിനാണ് പ്രണയമെന്ന് പറയുന്നത്? ഇത് കണ്ടു വളർന്ന മകളാണ് മഹദി ഫാത്തിമ. ഈ ഉമ്മയുടെയും ഉപ്പയുടെയും മകളാണ് ഫാത്തിമ. ഈ ഫാത്തിമയാണ് 29ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. 29 വയസ്സ്. ഉമ്മ വഫാത്താകുമ്പോ, ഉമ്മ മരിക്കുമ്പോ ഖദീജയ്ക്ക് ഫാത്തിമയ്ക്ക് 14 വയസ്സാണ്. 14ഓ 15ഓ വയസ്സ് പ്രായമുണ്ട് ഖദീജ ബീവി വഫാത്താകുമ്പോ. ഫാത്തിമ ബീവി 29ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ ഉമ്മ നിന്നതുപോലെ കുളിച്ചൊരുങ്ങി നിന്നു. വാപ്പാ, ഉമ്മച്ചി നിന്നതുപോലെ 29ാമത്തെ വയസ്സിൽ കുളിച്ചൊരുങ്ങിയിട്ട് വാതിലിൽ നിന്നു. അലിയാരെന്ന ഭർത്താവ് വീട്ടിൽ കയറി വന്നപ്പോ സ്വീകരിച്ചു, കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അലിയാര് തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പൊരുത്തം ചോദിച്ചു. എന്തു പറ്റി അലിയേ? എന്തു പറ്റി ഫാത്തിമ നിനക്ക്? എനിക്ക് പോകാൻ സമയമായി അലിയേ, എനിക്ക് പോകാൻ സമയമായി അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ. എന്നിട്ടാ ഖദീജയുടെ മകളായ ഫാത്തിമ പറഞ്ഞതെന്തെന്നറിയോ? അലിയേ, 3 വസിയത്താണ് എനിക്കുമുള്ളത്. ഉമ്മ പറഞ്ഞതുപോലെ, ഉമ്മ ഉപ്പയോട് പറഞ്ഞതുപോലെ ആ പൊന്നുമോള് ഭർത്താവിനോട് പറയുകയാ, എനിക്ക് 3 വസിയത്തുണ്ട് അലിയേ. ഒരു വസിയത്ത് എന്തെന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ പകല് കബറടക്കരുത്, എന്നെ രാത്രിയിൽ വേണം കബറടക്കാൻ, എന്നെ രാത്രിയിൽ വേണം കബറടക്കാൻ. എന്തു പറ്റി ഫാത്തിമ? എന്തിനാ രാത്രി കബറടക്കുന്നത്? അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ, 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ ചുമക്കുന്നതും ഖബറിൽ ഇറക്കി വെക്കുന്നതും എല്ലാവരും അന്യപുരുഷന്മാരാ. ഉമ്മ ഉപ്പയോട് പറഞ്ഞു, നിങ്ങൾ കണ്ട ശരീരം വേറെ ഒരാളും കാണുന്നത് എനിക്കിഷ്ടമല്ല. മകള് ഭർത്താവിനോട് പറഞ്ഞു, കഫം പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോ പോലും എന്റെ ശരീരം ഒരാള് കാണുന്നത് എനിക്കിഷ്ടമല്ല. ഇതാണ് മഹദി ഫാത്തിമ. ഇതാടോ കുടുംബജീവിതം. ഒറ്റ ദിവസം കൊണ്ടെല്ലാം നേരെയാകില്ല. വാപ്പ നന്നാകണം, ഉമ്മ നന്നാകണം. നിങ്ങൾ